നമസ്കാരം, സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. കടവല്ലൂരിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരായ ചങ്ങരംകുളം കോലിക്കര കോഴിക്കാട്ടിൽ 22 വയസ്സുള്ള ഹസ്ന, 27 വയസ്സുള്ള മോസിനയുടെ മകൾ 4 വയസ്സുകാരി ഹാദിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. കടവല്ലൂർ എടയൂർ ക്ഷേത്രത്തിന് സമീപം വ്യാഴാഴ്ച രാത്രി 7:30യോടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുമ്പിലാവ് ഭാഗത്തു നിന്നും കോലിക്കരയിലേക്ക് വരികയായിരുന്ന സ്കൂട്ടറിൽ എതിർദിശയിൽ നിന്നും വന്നിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. ബൈക്ക് യാത്രക്കാരനായ കടവല്ലൂർ സ്വദേശി വിജയകുമാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുന്നകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. അപകടത്തിൽ 2 ബൈക്കുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അന്തരീക്ഷ താപനില ഉയർന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ അംഗൻവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ വനിതാ ശിശു വികസന വകുപ്പ് തീരുമാനിച്ചു. കഠിനമായ ചൂടിന്റെ പശ്ചാത്തലത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ സുരക്ഷാ മുന്നറിയിപ്പിനെ തുടർന്നും ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്നുമാണ് നടപടി. അംഗൻവാടികളുടെ മറ്റു പ്രവർത്തനങ്ങൾ പതിവ് പോലെ നടക്കും. ഈ കാലയളവിൽ കുട്ടികൾക്ക് നൽകേണ്ട സപ്ലിമെന്ററി ന്യൂട്രീഷൻ വീടുകളിലെത്തിക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജാണ് ഇക്കാര്യം അറിയിച്ചത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ നിയമം ചുമത്തി തൃശൂർ ജില്ലയിൽ നിന്നും നാടുകടത്തി. പാറയമ്പാടം അഗതിയൂർ സ്വദേശിയായ ചിറ്റിലപ്പള്ളി വീട്ടിൽ 28 വയസ്സുള്ള കിരൺ ജാക്സനെയാണ് കുന്നംകുളം പോലീസ് 3 മാസത്തേക്ക് ജില്ലയിൽ നിന്നും നാടുകടത്തിയത്. കുന്നംകുളം മണ്ണുത്തി പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽ അടിപിടി ഉൾപ്പെടെയുള്ള ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയുടെ നിരന്തരമായ കുറ്റകൃത്യങ്ങൾ കണക്കിലെടുത്ത് കുന്നംകുളം പോലീസ് തൃശൂർ റേഞ്ച് ഡിഐജി നാരായണന് സമർപ്പിച്ച വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ക്രമസമാധാന നില ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനായാണ് ഇത്തരം ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. അയനൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാൾ ആഘോഷിച്ചു. ബുധനാഴ്ച രാവിലെ 7-ന് 3-ന്മേൽ കുർബാനയുണ്ടായി. വൈകിട്ട് 7-ന് സന്ധ്യാ നമസ്കാരം. തുടർന്ന് വാദ്യമേളങ്ങളും കൊടിയും കുരിശുമായി അയനൂർ സെന്ററിലേക്ക് പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച വിതരണവും ഉണ്ടായി. രാത്രി ആരംഭിച്ച ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ പുലർച്ചെ സമാപിച്ചു. വ്യാഴാഴ്ച രാവിലെ 3-ന്മേൽ കുർബാനയെ തുടർന്ന് ഉച്ചയോടെ ദേശക്കാരുടെ എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു. വൈകിട്ട് എഴുന്നള്ളിപ്പുകൾ പള്ളിയിലെത്തി സമാപിച്ചു. പ്രദക്ഷിണം, ആശീർവാദം, പൊതുസദ്യ എന്നിവയുണ്ടായി. വികാരി ഫാദർ ജോർജ് ചാക്കോ, ട്രസ്റ്റി MV ഷാജി, സെക്രട്ടറി VK ജോൺ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. കാണിപ്പയ്യൂർ ശ്രീ അന്നംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ഏപ്രിൽ 26 മുതൽ മെയ് 1 വരെയുള്ള ദിവസങ്ങളിൽ അഷ്ടബന്ധ നവീകരണ കലശം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി KPCC വിഷ്ണു ഭട്ടതിരിപ്പാടിന്റെയും മേൽശാന്തി വിജയ് ശങ്കർ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളോടെ അഷ്ടബന്ധ നവീകരണ കലശം നടക്കും. ഏപ്രിൽ 26-ന് ആചാര്യവരണത്തോടെയാണ് കലശ ചടങ്ങുകൾക്ക് തുടക്കമാവുക. തുടർന്ന് സ്ഥലശുദ്ധി, മുളയിടൽ, രക്ഷോഘ്നഹോമം, വാസ്തുഹോമം, വാസ്തുബലി തുടങ്ങിയ ചടങ്ങുകളും നടക്കും. വൈകിട്ട് 6:30 മുതൽ നൃത്തനൃത്യങ്ങളും മറ്റ് കലാപരിപാടികളും അരങ്ങേറും. 27-ാം തീയതി രാവിലെ ഗണപതി ഹോമം, പ്രോക്തഹോമം, പ്രായച്ചിത്തഹോമം, ശാന്തിഹോമം, ശ്വശാന്തിഹോമം, ചതുശുദ്ധി, ധാര, പഞ്ചഗവ്യം, പഞ്ചകം, പൂജാഭിഷേകം, മുളപൂജ എന്നിവയും വൈകിട്ട് മുളപൂജ, സ്ഥലശുദ്ധി, കലശാഭിഷേകം എന്നിവയുമുണ്ടാകും. വൈകിട്ട് കൈകൊട്ടിക്കളിയുടെ അവതരണവും നടക്കും. 28-ന് രാവിലെയും വൈകിട്ടും പൂജാതി കർമ്മങ്ങളും, വൈകിട്ട് തായമ്പക, ചാക്യാർകൂത്ത് എന്നീ കലാരൂപങ്ങളുടെ അവതരണവും നടക്കും. 29-ാം തീയതി രാവിലെ മുളപൂജ, പരികലശാഭിഷേകം, വലിയപാണി, ബ്രഹ്മകലശാഭിഷേകം എന്നിവയും വൈകിട്ട് അനുജ്ഞാബലി, പ്രാർത്ഥന എന്നിവയ്ക്കു ശേഷം കാണിശങ്കരപുരം ഭജൻസ് അരങ്ങേറും. 30-ന് രാവിലെയും വൈകിട്ടും പ്രത്യേക പൂജകൾ നടക്കും. കലശത്തിന്റെ സമാപന ദിവസമായ മെയ് 1-ാം തീയതി പ്രതിഷ്ഠാ കലശാഭിഷേകങ്ങൾ, പ്രതിഷ്ഠാബലി, പ്രദക്ഷിണം, വെച്ച് നമസ്കരിച്ച് നിത്യനിദാനം നിശ്ചയിക്കൽ, പ്രതിഷ്ഠാദക്ഷിണ എന്നീ ചടങ്ങുകൾ നടക്കും. ഉച്ചയ്ക്ക് ഭക്തജനങ്ങൾക്കായി അന്നദാനവും ഉണ്ടായിരിക്കും. വാർത്താസമ്മേളനത്തിൽ കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരിപ്പാട്, മനുകൃഷ്ണൻ നമ്പൂതിരിപ്പാട്, T സോമശേഖരൻ, P പരമേശ്വരൻ, E വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്തു. പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കർമ്മ പദ്ധതി ആവിഷ്കരിച്ച് വനം വകുപ്പ്. ചൂട് കൂടിയതോടെ പാമ്പുകൾ മാളം വിട്ടിറങ്ങുകയാണെന്നും മുട്ട വിരിയുന്ന സമയമായതിനാൽ കൂടുതൽ ജാഗ്രത ആവശ്യമാണെന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് നിർദ്ദേശിച്ചു. വീടിന് സമീപമുള്ള മാളങ്ങൾ, വിള്ളലുകൾ, പൊന്തക്കാടുകൾ എന്നിവ നീക്കം ചെയ്യണം. ഭക്ഷ്യാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാതെ ഇട്ടാൽ എലികൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇര തേടി പാമ്പുകൾ ഇറങ്ങാതിരിക്കാൻ പരിസര ശുചിത്വം ഉറപ്പുവരുത്തണമെന്നും പ്രത്യേകിച്ച് കുട്ടികൾ കളിക്കുമ്പോൾ ജാഗ്രത പുലർത്തണമെന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ വ്യക്തമാക്കി. പരിശീലനം നേടിയ 3600ഓളം സർപ്പ വോളണ്ടിയർമാരുടെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. പാമ്പുകളെ പിടിച്ച് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാൻ ഇവരുടെ സേവനം ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ പഞ്ചായത്തുകളിലും ബോധവൽക്കരണം നടത്താനും തീരുമാനമുണ്ട്.
കുടിവെള്ളക്ഷാമം രൂക്ഷമായ ആറ്റുപുറം പരൂർ പ്രദേശത്ത് ആറ്റുപുറം യൂത്ത് വിംഗ് ചാരിറ്റബിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചു. പുന്നേർകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ഹസൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് ഭാരവാഹികളായ നാഹിൽ, മുസ്തഫ, ഫഹദ്, രക്ഷാധികാരികളായ CM ഫാറൂഖ്, ടിപ്പു ആറ്റുപുറം, ബക്കർ തോട്ടേക്കാടൻ, ഷമീർ, പ്രകാശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നും തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ കിറ്റുകൾ ഉടൻ വിതരണം ചെയ്യണമെന്നും ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കുന്നംകുളം രാജീവ് ഗാന്ധി മെമ്മോറിയൽ ടൗൺ ഹാളിൽ PP പാപ്പച്ചൻ നഗറിൽ നടന്ന സമ്മേളനം AKTA സംസ്ഥാന ട്രഷറർ AS കുട്ടപ്പൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമനിധിയിൽ നിന്ന് നൽകാനുള്ള പ്രസവാനുകൂല്യ കുടിശ്ശിക ഉടൻ തീർപ്പാക്കുക, 15,000 രൂപ ഒറ്റത്തവണ സഹായമായി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കൺവെൻഷനിൽ പാസാക്കിയ പ്രമേയത്തിലൂടെ സംഘടന ഉന്നയിച്ചു. ജില്ലാ പ്രസിഡന്റ് ജോസ് തേറാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ PM പുഷ്പകുമാരി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. സംഘടനയിൽ നിന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധികളായവരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും മികച്ച യൂണിറ്റുകളെയും ആദരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അമ്മിണി കുമാരൻ, ജലജ അരവിന്ദൻ, ഷൈബി ഡേവിഡ്സൺ, ജില്ലാ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിൽ സൗജന്യ ശാരീരിക മാനസിക വൈകല്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. മെയ് 1 വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ 12 മണി വരെയാണ് പരിശോധനാ ക്യാമ്പ്. കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ബിഹേവിയർ തെറാപ്പി ആൻഡ് കൌൺസിലിംഗ് എന്നീ മേഖലയിലും സേവനം ലഭ്യമാകും. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് സൗജന്യ യാത്രയും ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്ക് 72 93 44 61 51 എന്നീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,020 രൂപ, പവന് 1,12,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 260 രൂപ. ചരമം കേച്ചേരി എരനെല്ലൂർ കീഴ്പുള്ളിക്കര പരേതനായ സുബ്രഹ്മണ്യൻ ഭാര്യ രാധ നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം എളവള്ളി ഗ്രാമപഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിൽ നടത്തി. രഘു, രജനി, രമേശ്, ഉണ്ണി, രാജു എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.